അപ്പം നമ്മളിന്ന് പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹിഡൻ സ്പോട്ടിലാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു ഹിഡൻ സ്പോട്ട് ഒന്നുമല്ല. ഇവിടെയുള്ള ന്യൂയോർക്കിലുള്ള മലയാളീസിന് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. നോട്ട് ഈവൻ മലയാളീസ് അല്ലേ, എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എവിടെയാന്നല്ലേ? എവിടെയാ? ബിയർ മൗണ്ടൻ. സോ നമ്മളിന്ന് പോകുന്നത് ബിയർ മൗണ്ടനിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്, നല്ല നല്ല കാണാൻ പറ്റുന്ന കുറെ അടിപൊളി കാഴ്ചകളുണ്ട് അല്ലേ. നമ്മൾ കുന്ന് കയറി നമ്മുടെ നാട്ടിലെ കോട്ടയത്തെ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് മൊട്ടക്കുന്നല്ലോ. മല നമ്മൾ കയറി മേളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും കാണാം. നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റി വരെ കാണാം. ആ രീതിയിലുള്ളൊരു പിന്നെ അവിടെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു കുന്നാണ്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഈ കുന്ന് കയറുന്നതും നമ്മുടെ വണ്ടിയായിട്ട് കയറി നമ്മുടെ വണ്ടി തന്നെയാണ് പോകുന്നത്. നമുക്ക് ജീപ്പ് കാര്യങ്ങളൊന്നും വേണ്ട. ഒരു കുന്നാണ്. സോ നല്ല റോഡാണ്, കയറി പോവാം. പിന്നെ സ്നോ ടൈമിലൊക്കെ ഈ റോഡ് ക്ലോസ് ചെയ്തിടും, കാരണം ഇത് ഭയങ്കര അപകടമാണ്. വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നേരെ. അപ്പോൾ ഗായ്സ് നമ്മൾ ബിയർ മൗണ്ടൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കൊരു തുള്ളിയേ ഉള്ളൂ നടക്കാൻ. ഇവിടെ ഒരു കുന്നും നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ സിറ്റിയും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു തുള്ളി നടന്നിട്ട് ഈ ഒരു ബിൽഡിങ്ങും കാണിച്ചു തരാം. കുറേ കുന്നാണ് ആക്ച്വലി ഇത്. കുറേ കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ബിയർ മൗണ്ടൻ എന്താണെന്നുള്ളത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇവിടെ ഒത്തിരി ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഈ ലൊക്കേഷൻ ആക്ച്വലി ഇതൊരു കൗതുകമാണ്. പക്ഷെ നമുക്ക് ഈ കുന്നും മലയും ഇതെല്ലാം കണ്ടു കിടക്കുന്നുണ്ട്. നമുക്ക് അത്ര വലിയൊരു എന്താ പറയാ ക്യൂരിയോസിറ്റി ഒന്നും ഇല്ല, പക്ഷെ എന്തൊക്കെ ഉണ്ട് അല്ലേ. അതാ നമ്മുടെ ഇല്ലിക്കക്കല്ലൊക്കെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കോട്ടയത്തെ ഇല്ലിക്കക്കല്ലുകളൊക്കെ നമ്മൾ മണ്ടിക്ക് കയറി പോകത്തില്ലേ ജീപ്പില്, ആ ഒരു ഫീലാണ് നമുക്ക് ബിയർ മൗണ്ടനിൽ വരുമ്പോൾ വരുന്നത്. പക്ഷെ നമുക്ക് വലിയ കൗതുകമൊന്നുമില്ല. പക്ഷെ നമുക്ക് കാണാൻ നല്ല അടിപൊളി സ്പോട്ടാണ്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റും ഒത്തിരി ആൾക്കാരും വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടാണ്. സോ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ഈ ഇവിടുത്തെ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ കാണാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമുക്കിനി നടന്ന് ഇച്ചിരി അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ വായോ. സോ അപ്പോൾ നമ്മുടെ മലയാളീനെ നമ്മൾ ഇന്നലെ കഴുകി കുട്ടപ്പനാക്കി ഇട്ടേക്കുന്ന മലയാളീസാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി. ആക്ച്വലി നമ്മളിനിയും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഭയങ്കര കുന്നാണ്. കുന്നല്ല, ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടി. ഇവിടുത്തെ ഈ നടന്നു വരുന്നവരാണ് ഇവിടുത്തെ യഹൂദന്മാർ. നമ്മുടെ ആൾക്കാരെ പോലെ തന്നെയാണ് ഇവർ. നല്ല ഡീസൻ്റ് ആൾക്കാരൊക്കെയാണ്, പക്ഷേ ജൂയിഷ് ആൾക്കാരെന്നാണ് ഇവരെ പറയുന്നത് മെയിൻലി. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഗായ്സ്. ഈ ലൊക്കേഷനും ഈ ഒരു വീടുമാണ് ഇവിടെ മെയിൻലി കാണാനുള്ളത്. പിന്നെ ആൾക്കാരെല്ലാം ടൂറിസ്റ്റുകളെല്ലാം ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ആ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബൈനോക്കുലർ കണക്കത്തൊരു സാധനമുണ്ട്. ഈ ഇരിക്കുന്നതാണ് ബൈനോക്കുലർ. ഈ മേളിൽ നിന്ന് നോക്കാം. അതിനകത്ത് നമുക്ക് $1 $2 നമ്മൾ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നേരെ ആ കാണുന്ന സിറ്റി വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് സിറ്റി. നമുക്ക് ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയിലേക്കാണ് വ്യൂ വരുന്നത്. അവിടെയാണ് നമ്മുടെ ടൈം സ്ക്വയറും കാര്യങ്ങളെല്ലാം ഉള്ളത്. ആക്ച്വലി ഇന്ന് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഗൈസ്. ഫുള്ളി ഭയങ്കര വെക്കേഷൻ ടൈമും സമ്മർ ടൈമും ആയതുകൊണ്ട് നല്ല തിരക്കുമുണ്ട് ഇന്ന്. കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാമൽ തേടാതെ. ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ആക്ച്വലി ഞങ്ങൾ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. വന്നിട്ട് നമ്മളിവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ആക്ച്വലി. നല്ല ഓസം പ്ലേസ് ആണ് ഇവിടുന്ന് കാണാൻ തന്നെ. പറഞ്ഞ് ഈ കുന്നിൻ്റെ മേളിൽ ഇരുന്ന നല്ല കാറ്റും നല്ല രസമാണ്. ഇവിടെ അത് കണക്കൊരു ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. ഈ ബൈനോക്കുലറിനകത്ത് കോയിൻസ് നമുക്ക് ഇടുവാണെങ്കിൽ നമുക്ക് സിറ്റി മൊത്തം കണ്ടു തീർക്കാനുള്ളൊരു സംഭവമാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കി ഹഡ്സൺ. അപ്പം ഞങ്ങൾ ഇന്നുള്ളത് എവിടെയാണെന്നറിയോ? ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലാണ്. ഈ നേച്ചർ കിസ്സസ് ഒക്കെ പറയില്ലേ, അതുകൊണ്ടൊരു മനോഹര പ്ലേസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് എന്താണ് അപ്പിച്ചാ? It's Bear Mountain. ഞങ്ങളുള്ളത്
പോയത് ഇപ്പം ബെയർ മൗണ്ടനിലാണ്. ബെയർ മൗണ്ടനിൽ എന്ത് കാഴ്ചകളാണ് കാണാൻ പറയാൻ പറ്റുക? ബെയർ മൗണ്ടൻ തന്നെ ഇതാണ്. മൗണ്ടൻസ് ഈസ് ഫുൾ ഓഫ് മൗണ്ടൻസ്. അപ്പം നേരെ എൻ്റെ ബാക്കിലേക്ക് നോക്കിക്കേ, ഇതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അതെ, അപ്പം ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇവിടെ ഒരു ബ്രിഡ്ജും കൂടെ. ഇതാണ് ബിയർ മൗണ്ടന്റെ ടോപ്പ് ബ്രിഡ്ജ്. ഇതാണ് ഹൗസ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോൾ ഏരിയ ഫുള്ള് നിങ്ങൾക്ക് സൂം ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഓരോ പാർട്ടും കാണാൻ പറ്റും. ആക്ച്വലി അതിന്റെ മേളിലാണെങ്കിൽ ബൈനോക്കുലേഴ്സ് ഉണ്ട്. ബൈനോക്കുലേഴ്സിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സിറ്റി, ന്യൂയോർക്ക് സിറ്റി നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഫുൾ ന്യൂയോർക്ക് സിറ്റി ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഈ പ്ലേസ് ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു നല്ലൊരു വൈബുള്ള പ്ലേസാണ്. പിന്നെ കുറേ ടൂറിസ്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ. നോക്കിക്കേ, ഈ വണ്ടി തന്നെ നോക്കിക്കേ, എന്തോരം ആൾക്കാർ ഇവിടെ. നമ്മുടെ മലയാളി ഇവിടെ കിടപ്പുണ്ട് കൂട്ടത്തില്. അപ്പൊ എന്താണ് കാഴ്ചകൾ ഓരോന്നായിട്ട് കണ്ടു വരാം അല്ലേ? അപ്പൊ വായോ. ഇതാണ് കാഴ്ച. ഇവിടുത്തെ പാറയാണ് ഈ കാണുന്നത് മൊത്തം. ഈ പാറയുടെ മേളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴാണ് ആ വ്യൂ കിട്ടുന്നത്. കൊച്ചു എങ്ങനെയുണ്ട് സ്ഥലം? ഞാനിവിടെ വന്നത് എൻ്റെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. എന്താ പറയുക, ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോൾ തന്നെ. നല്ലൊരു എന്താ ഒരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ്, ഇത് മൊത്തം കാടാണ് ഈ കാണുന്നത്. ഈ കാട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാട് മാത്രമേ കാണത്തുള്ളെങ്കിലും പക്ഷെ മരങ്ങളാണ്. പക്ഷെ അതിനകത്ത് അടിയിലൊക്കെ വീടുകളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കാണത്തില്ല, പക്ഷെ ഇതിനടിയിലൊക്കെ കുറേ വീടുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ 7:49 എന്നിട്ടും നല്ല പ്രകൃതിയുടെ ഒരു കഴിവാണ് അത്. ആക്ച്വലി നല്ല ഭംഗിയായിട്ടാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇതുവരെ ഇരുട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മുടെ ഈ ടൈമിൽ ഒരു 10 മണിയൊക്കെ ആയാൽ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈമാണ്. ഈ കാണുന്നതാണ് സിറ്റിയൊക്കെ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയുടെ ഫുൾ വ്യൂസ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ രാത്രി ആകുമ്പോൾ ഇച്ചിരി കൂടെ സെറ്റപ്പാണ് ഗായ്സ് ഇവിടെ കാണാൻ വേണ്ടി. കാരണം ആ സമയം ആകുമ്പോൾ ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി ഞാൻ നിങ്ങളെ കുറേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾ കുറേ ബിൽഡിങ്സ് കാണാം. ഇതാണ് സിറ്റി, ടൈംസ് സ്ക്വയർ, വേൾഡ് ട്രേഡ് സെൻറ്റർ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. ആക്ച്വലി നമ്മൾ ആ കോയിനകത്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഒത്തിരി ഞങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് സിറ്റി കാണണമെങ്കിൽ നമ്മൾ അടുത്തൊരു വ്ലോഗ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സിറ്റി വ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും. സോ നമ്മുടെ മെയിൻലി നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ തന്നെ കാണാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുള്ളതാണ്. സോ ഞാൻ കാണുമ്പോൾ നിങ്ങളെ കൂടെ എൻ്റെ കൂടെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെയൊക്കെ കാണണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇതുകൊണ്ട് നല്ല നല്ല കുറേ കാഴ്ചകൾ കാണിക്കാനും പറ്റുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യം എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാണാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഗായ്സ് ഇവിടുത്തെ ബിയർ മോഡലും കാര്യങ്ങളും. ഇതാണ് ആ വീട്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. നമുക്ക് ഹൈക്ക് ചെയ്യാം. ആക്ച്വലി ഇവിടുന്ന് താഴത്തോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റും. ഹൈക്ക് ചെയ്ത് ഇറങ്ങി പോയിട്ട് നമുക്ക് തിരിച്ച് കയറി വരണമെന്നേ ഉള്ളൂ. അങ്ങനെ ഗൈഡും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ സേഫ്റ്റി അവരവരുടേതായ പ്രൈവസി ആയതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മുടേതായ രീതിയിൽ നോക്കിയിട്ട് നമുക്ക് ഇറങ്ങി പോവാം. അതുകൊണ്ടെങ്കിൽ കയറി വരാം. ഡസൻ മാറ്റർ. ആരും നമ്മളെ നോക്കാനും ഒന്നും വരത്തില്ല. ഇതുകൂട്ട് സെയിം ഒരു മല എൻ്റെ വീടിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അവിടെയാണ് മെയിൻലി ഓർമ്മയുള്ളത്. ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇതുകൂട്ട് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ മലകളുണ്ട്. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കാണാനും പറ്റും. ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളും പിന്നെ കണ്ടവും ഇതൊക്കെ കാണാൻ പറ്റും. അതേ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കിട്ടുന്നത്. അടിപൊളി. നൈസ് സ്പോട്ട്, മസ്റ്റ് കം ആൻഡ് സീ. ഞാൻ ഇതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും
ലൊക്കേഷനും നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ ന്യൂയോർക്ക് വരുമ്പോൾ ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പേസും കൂടാണ്. സോ എവരിവൺ പ്ലീസ് കം. ഇവിടെ മൗണ്ടൻ മാത്രമല്ല ഉള്ളത്, ഇവിടെ ഒരു സൂ ഉണ്ട് ഇതിൻ്റെ നിയറിലായിട്ട് തന്നെ അല്ലേ? ഇതിൻ്റെ താഴെ നമുക്കൊരു സൂ ഉണ്ട്. അവിടെ ഫിഷൊക്കെ നമുക്ക് ചെയ്യാം, ഫിഷിങ്ങും ചെയ്യാം. സൂ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഹൈക്ക് താഴേന്ന് മേള് വരെ ഹൈക്ക് ചെയ്യാനൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഏറ്റവും താഴേന്ന് അത് ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും മേളിൽ എത്താൻ വേണ്ടി. ഞങ്ങൾ 2 തവണ ഹൈക്ക് ചെയ്താണ്. നമ്മുടെ ഉപ്പഴളകി പോകുന്ന രീതിയിലാണ് ഹൈക്ക്. ആ മല കയറി വരണമെങ്കിൽ തന്നെ നല്ല പാടാണ്. ഞങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പം ഒരു തവണ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്കൊരു ബാഡ് ഇൻസിഡൻ്റ് ആയിട്ട് വന്നു. നമ്മൾ തിരിച്ച് പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയി ലാസ്റ്റ്. പക്ഷേ സെക്കൻഡ് ടൈം നമ്മൾ ഹൈക്ക് ചെയ്തപ്പോൾ ഫുൾ പ്രിപ്പയർഡായിട്ട് സെക്കൻഡ് തവണ ഫുൾ ഹൈക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഒരു തവണയും കൂടെ അത് ഹൈക്ക് ചെയ്ത് കയറി വന്നൊരു വീഡിയോയും കൂടെ നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നല്ല രസമുണ്ട് അല്ലേ? സൺ കിസ് കിട്ടുന്നു, സൺ കിസ്. ഇതാണ് ഗായ്സ് നമ്മുടെ ബിയർ മൗണ്ടൻ. അപ്പോൾ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്ര ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ബിയർ മൗണ്ടനെ പറ്റി. പക്ഷേ നിങ്ങൾക്ക് ന്യൂയോർക്ക് വന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ ന്യൂയോർക്കിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കും. ഇതും ഒരു ഹൈക്കിങ് കണക്കാണ് ഗായ്സ് പ്ലേസ്. അപ്പം നമ്മളിങ്ങനെ നടന്ന് വേണം ഇതിൻ്റെ മേളിൽ ചെല്ലാൻ. ഇതാണ് ബിയർ മൗണ്ടൻ ഹൗസ്. ഇതാണ് നമ്മുടെ ഹൈക്കിംഗ് സ്പോട്ട്. അപ്പം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ഹൈക്ക് ചെയ്ത് പോകാമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിതിനകത്തുണ്ട്. നമ്മളിപ്പം നിൽക്കുന്നത് ആക്ച്വലി ഇവിടാണ്, യു ആർ ഹിയറിലാണ്. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ബിയർ മൗണ്ടൻ ചുറ്റി കിടക്കുവാണ്. ആ ഒരു ഫുൾ നമുക്ക് ഹൈക്ക് ചെയ്ത് വന്ന് നമുക്ക് ഫുൾ ഇത്രയും നടന്ന് കയറാം. ഒരു 4 മണിക്കൂർ എടുക്കും ഇത് ഫുള്ളൊന്ന് നടന്ന് കഴിയണമെങ്കിൽ. അതാണ് ഇവിടുത്തെ ബിയർ മൗണ്ടൻ ഹൈക്സ്. കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടും തുഞ്ചത്തെ ഏതേതോ പോയേ. ഇന്ന് ഒത്തിരി ബൈക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ബൈക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇന്നിവിടെ ഉണ്ട്. ആക്ച്വലി അവരെല്ലാം നല്ല വെതർ എൻജോയ് ചെയ്യാനാണ് ഇവിടെ വന്നേക്കുന്നത്. ആക്ച്വലി നമ്മുടെ ബൈക്ക് നമ്മൾ സോൾഡ് ചെയ്ത് പോയി, ഇല്ല നമുക്കും ബൈക്ക് വരാമായിരുന്നു ആക്ച്വലി. ഇതാണ് നമ്മുടെ ബിയർ മൗണ്ടൻ ബിൽഡിങ്. ഇപ്പം കറൻ്റ്ലി ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. റീഓപ്പൺ ചെയ്യും, മോർണിംഗിലായിരിക്കും ഇത് റീഓപ്പൺ ചെയ്യുന്നത്. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിൽഡിങ് അടയ്ക്കും. കാരണം ഇവിടെ പിന്നെ രാത്രി ഇവരാരും നോക്കാനൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇത് ഒരു 6 മണിയാകുമ്പോൾ ഇത് അടയ്ക്കും. ഇതിങ്ങനെ കിടക്കുക. കുറേ സ്പോട്ടുണ്ട്. നമുക്കിങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയിട്ട് അവിടെ ഓരോ കുന്നിൻ്റെ മേളിലൊക്കെ കയറി ഇരിക്കാം. ആ ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് റെസ്റ്റ് റൂമൊക്കെയാണ്. സൺ നമ്മളെ കിസ് ചെയ്യുന്നു രാത്രി 8 മണിക്ക്. 8 മണി എത്ര സമയം എത്ര ഇപ്പം? 8 മണിയാവാൻ 5 മിനിറ്റ്. അപ്പം ഇപ്പോഴും സണ്ണിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോവാം. വണ്ടിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ശബാഷ്. ബൈ. See you.